എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കുറേ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാറില്ല. 1-2 തവണയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുകയാണ്. ഇന്നത്തെ ഡേക്ക് വളരെയധികം പ്രത്യേകതയുണ്ട്. ഫസ്റ്റത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 26ാമത്തെ വയസ്സിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ എൻഡിങ് ഓഫ് 26 ആണ് ഇന്ന്. ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അപ്പോൾ ദോശയും സാമ്പാറാണ് എനിക്ക്. പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി കാണാം കേട്ടോ. പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പണികളെടുക്കാൻ പോകാറുണ്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കിടന്ന ബെഡ്റൂം ഒന്ന് ശരിയാക്കുകയാണ്. വൃത്തിയിലിടുക. നമ്മുടെ റൂമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ അരി അടുപ്പത്തിടാൻ പോകാണ്ട. അപ്പോൾ അമ്മയും അപ്പച്ചനൊക്കെ വരാമെന്ന് ഉച്ചയാവും. അപ്പോൾ ഒരു 1:30 പറഞ്ഞ അമ്മ വരാൻ എൻ്റെ ജോലി കഴിഞ്ഞ് എത്താനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ വേഗം തന്നെ ചോറ് റെഡിയാക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അരി അടുപ്പത്തിട്ടിട്ട് ഓരോ പണികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം ചോറ് വയ്ക്കുന്നത് അടുപ്പത്ത് ചോറ് വയ്ക്കാനാണ് അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം. എൻ്റെ വീട് എവിടെയാണെന്ന് കുറേ പേർക്ക് ഒക്കെ അറിയാമായിരിക്കും. നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ വേലിപ്പാടം, ഭരതർപ്പള്ളി വേലിപ്പാടം എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടെയാണ്, വേലിപ്പാടത്താണ് എൻ്റെ വീട് വരുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് ഭരതർപ്പള്ളിയിൽ. ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് ദൂരമൊന്നുമില്ല. ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. തീയൊക്കെ നന്നായി കത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ കലത്തിൽ. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇടാൻ ചെയ്യാറിവിടെ. അരി ഒന്ന് കഴുകിയെടുക്കണം അതിന് മുമ്പായിട്ട് തന്നെ. ഈ മഴക്കാലത്ത് നമുക്ക് അടുപ്പ് കത്തിക്കാന്ന് വെച്ചാലേ ഹെവി ടാസ്ക്കാണ്. ഈ പുകയൊക്കെ കാരണം തീയൊക്കെ കത്തിച്ചത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. മൺകലത്തിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ അരി ഇടുകയാണ്. കാരണം ഏകദേശം 10 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ നേരം വൈകും. അതേപോലെ തന്നെ നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ പണികളൊക്കെ കഴിക്കാൻ നോക്കിയിട്ടാണ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി ഇടാൻ പോവാണ്. കൂട്ടാൻ വയ്ക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തെടുത്തത് നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പും ഒരു തക്കാളിയും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു പരിപ്പ് കറി വയ്ക്കാം. പിന്നെ കുറച്ച് ഉണക്കമീനുണ്ട്. അപ്പോൾ ഉണക്കമീനും കൂടി വറക്കാമെന്നുണ്ടോ വിചാരിച്ചിരിക്കണേ. ഉച്ചയ്ക്ക് കൂട്ടാനുള്ള സവാളയൊക്കെ ഞാൻ ഹാളിൽ വന്നിരുന്നിട്ട് അരിയാന്ന് വിചാരിച്ചു. അടുക്കളയിൽ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. ഭയങ്കര സൗണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ട് ഇടിയും പെട്ടുന്നുണ്ട്. ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ സമയത്ത് തന്നെ മിക്കതും ഞാൻ തലേദിവസം തന്നെ ആയിരിക്കും കുറച്ചധികം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത കൊല്ലം ആകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ചെയ്ത് പൂർത്തിയാക്കണം. അതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പൂർത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഒട്ട് സങ്കടമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാനായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പഠിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാൽ അത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അത് പകുതിക്ക് വെച്ചാൽ ഞാൻ ഡ്രോപ്പായിപ്പോയി. ഒട്ടും എനിക്ക് കഴിഞ്ഞ കൊല്ലം പറ്റാത്തൊരു കാര്യം പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ജേണി ആയിരുന്നു. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത്. എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ യൂട്യൂബും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കുറേ പേര് ജഡ്ജ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ആശയമുണ്ടാവും. നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളത്. സ്റ്റോപ്പ് ചെയ്തില്ല. പക്ഷെ ചില ബ്രേക്കുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അതായത് ദൈവം സഹായിച്ച് സ്റ്റോപ്പ് ചെയ്യാതെ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു സക്സസ് എന്ന് എന്നെ പറയാനായിട്ടുള്ളത്. പാത്രം കഴുകി കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പാത്രം കഴുകിയതിൻ്റെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടുകയാണ്. എന്നിട്ടുണ്ട് നമുക്കത് വേഗം ഊറ്റി മാറ്റാം.
സ്വന്തം വീട്ടിൽ വന്നിട്ട് ഫുൾ പണിയാണെന്നൊന്നും വിചാരിക്കരുത്. അമ്മ ജോലിക്ക് പോകുന്ന കാരണമാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു ദിവസം ഒരു സഹായമാവുമല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു തന്നെയാണെങ്കിൽ. അമ്മ പറഞ്ഞാണ് ചോറൊക്കെ വെച്ചിട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം, അമ്മ പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ ഫുൾ മഴയായ കാരണം അമ്മയൊക്കെ ഫുൾ മഴയിൽ തന്നെയായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അമ്മ എനിക്ക് തോന്നുന്നു കോട്ട് എന്തോ ഇടും, മഴക്കോട്ട് പോലത്തെ. പക്ഷെ എന്നാലും ഫുൾ മഴ നനഞ്ഞിട്ട് ആകെതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആ സമയത്ത് ഇപ്പോൾ പണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അമ്മയ്ക്ക്. അതുവരെ ഞാൻ വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഫുൾ പണി ഞാൻ തന്നെ എടുത്തോളൂ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് സവോള ഇടണേ. ഇപ്പം തന്നെ കുറച്ച് മുളക് ഇടിച്ച മുളക് കേട്ടോ ഇട്ടുണ്ട്. കറിവേപ്പില ഇല്ല കേട്ടോ, കറിവേപ്പില ഇല്ലാത്ത തന്നെയാണ് കറിവേപ്പില ഇടാത്ത. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടണം. കറിവേപ്പിലേക്ക് പകരം കുറച്ച് മുരിങ്ങേൻ്റെ ഇല കേട്ടോ ഞാൻ ഇടണേ. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം നന്നായി മൂത്തു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ ഞാനും നമ്മൾ കൂട്ടാൻ ഇതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. കൂട്ടാതെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റാം. നമുക്ക് കുറച്ച് ഉണക്കമീനും വറുക്കണം, കുറച്ച് കയ്പ്പക്കായ വറുക്കാനുണ്ട്. അപ്പം അതും കൂടി ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ കൂട്ടാൻ നമ്മൾ പകർത്തി മാറ്റി അതേ ചെഞ്ചട്ടിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കയ്പ്പയ്ക്ക ഉണക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടാക്കുന്ന പോലെയല്ല അത്. അപ്പോൾ അത് കുറച്ച് വറുക്കാമെന്ന് വെച്ചാൽ അതിനിട്ട് കൊടുക്കാം. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, മാറ്റാണ്. അതേ വെളിച്ചെണ്ണയിൽ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ കുറച്ച് ഉണക്കമീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണേ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ചിനുള്ള കറികളൊക്കെ റെഡിയാവും. നമ്മുടെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞുകൊണ്ടാ ഞാൻ കുറച്ച് മുളക് 2-3-4 മുളക് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇട്ടതാണ്. ഒരു ഭംഗിക്കും പിന്നെ അത് ഒരു ടേസ്റ്റ് വേണമല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പതുക്കെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി ഞാനിവിടെ ക്ലീൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം പണികളൊക്കെ കഴിയും. ഒക്കെ ക്ലീൻ ആക്കിയത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് തുടച്ചിടാനായിട്ട്. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്പൂഷിനെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനും വിചാരിച്ചു കുളിക്കാനായിട്ട് മുമ്പ് ചോറ് തിന്നാണ്. കാരണം കുറേ നേരം പണിയെടുത്തിട്ടാണ് തോന്നുന്നു ഭയങ്കരമായിട്ട് വിശക്കുക. കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയമാണ്, അത് കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെ എടുത്തതാണ് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലഞ്ച് എന്തൊക്കെയാണ്. അതെ, കുറച്ച് ചോറ്, നമ്മുടെ പരിപ്പ് കറി, പിന്നെ കുറച്ച് ഉണക്കമീനും നമ്മുടെ കയ്പ്പയ്ക്ക വറുത്തതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായയോടൊപ്പം നമുക്ക് നല്ല ഒരു കൊട്ടക്കേക്ക് ഉണ്ട്. ഇതൊക്കെ കുട്ടിയാണ് കഴിക്കണത്. അപ്പോൾ ഇതെൻ്റെ അമ്മാമ്മയാണ് കേട്ടോ. അമ്മാമ്മ ബർത്ത്ഡേ ആയ കാരണം സ്പെഷ്യലായിട്ട് കൊട്ടക്കേക്കൊക്കെ കൊണ്ടുവന്നേക്കാണ്. അമ്മമ്മ ഒരു ഹായ് തന്നെ കാട്ട്, ഹായ് കാട്ട്, ഒരു ഹായ് കാട്ടിയേ. വീട്ടിൽ നിന്ന് കുറച്ച് കുടംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അതേ കുടംപുളി നന്നാക്കാനിരിക്കുകയാണ്. ഇത്ര ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇവിടെ അങ്ങനെ ഉണക്കാനായിട്ടുള്ളൊരു സൗകര്യമൊന്നും ഇല്ല. എങ്ങനെ ഉണക്കാന്നുള്ളത് നോക്കണം നമുക്ക്. അമ്മാമ്മ അതേ കുടംപുളിയുടെ പണിയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടത്, എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് നേരം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്.
അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കുഴിമന്തി ഉണ്ടാകും. കുഴിമന്തിയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കാനുണ്ട. അപ്പോൾ നമ്മളിത് ഇനി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ മാതിരി ഇന്നെൻ്റെ 26ാമത്തെ വയസ്സിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ നാളെ ഞാൻ എഴുന്നേക്കുന്നത് ഒരു പുതിയ ദിവസത്തിലേക്കാണ്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കണ്ട. നാളെ കൃത്യം 10 മണിക്ക് നമ്മുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്യാം. എല്ലാവർക്കും ബൈ.